വെൽക്കം ബാക്ക് ടു അവർ ഡിസ്കഷൻ. പ്ലസ് വൺ ഹിസ്റ്ററിയിലെ രണ്ടാമത്തെ തീമായിട്ടുള്ള എഴുത്തുവിദ്യയും നഗരജീവിതം അഥവാ മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷനെ കുറിച്ചുള്ള പാഠത്തിൽ നിന്ന് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഈ വർഷം നമ്മൾ പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങൾ മാത്രം നമ്മൾ അടയാളപ്പെടുത്തുകയാണ്. ഒന്നാമത് നമ്മൾ അടയാളപ്പെടുത്തുന്നത് ഇതാണ്: മെസപ്പൊട്ടോമിയൻ ഭൂമിശാസ്ത്ര സവിശേഷതകൾ എന്തായാലും ഉണ്ടാവും. ഓക്കെ, 2 മാർക്കിന് 1 മാർക്കിനൊക്കെ ഉള്ള 1 വേർഡ് ക്വസ്റ്റ്യൻസ്. മെസോസ്പൊട്ടാമസ് എന്ന ഗ്രീക്ക് പദങ്ങളിൽ നിന്നാണ് മെസപ്പൊട്ടോമിയ എന്ന പദം ഉണ്ടായത്. ഓക്കെ, അപ്പോൾ മെസപ്പൊട്ടോമിയ എന്ന വാക്കിനർത്ഥം 2 നദികൾക്കിടയിലുള്ള പ്രദേശം. ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്നതാണ്. അതുപോലെ തന്നെ ഏതൊക്കെയാണ് 2 നദികൾ? ടൈഗ്രീസ്, അതുപോലെ തന്നെ യൂഫ്രട്ടീസ്. ഇപ്പോൾ ഇറാഖിൻ്റെ ഭാഗമാണ്. അപ്പോൾ അതിൻ്റെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള പ്രത്യേകതകൾ എന്തൊക്കെയെന്നുള്ള ചോദ്യം സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. റിപ്പീറ്റഡ് 2015 മുതൽ നമ്മൾ കാണുന്ന ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ അതുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള വടക്ക് എന്താണ്, വടക്ക് കിഴക്ക് എന്താണ്, വടക്ക് എന്താണ്, കിഴക്ക് എന്താണ്, തെക്ക് എന്താണ് എന്നുള്ളത് നോക്കി വെക്കുക. അതെന്തായാലും നോക്കി വെക്കുക. ഈ മെറ്റീരിയൽ നമ്മൾ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നുണ്ട്. ഓക്കെ, വടക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് സമതലങ്ങളും മലനിരകളും. അവിടെ കൃഷിയാണ് പ്രധാനം. വടക്ക് പുൽമേടുകളാണ്, കന്നുകാലികളാണ് അതുകൊണ്ട് കന്നുകാലികളെ വളർത്തുന്നതാണ്. കിഴക്ക് എന്ന് പറഞ്ഞാൽ ടൈഗ്രീസ് പോഷക നദികളുണ്ട്, അതുകൊണ്ട് തന്നെ അവിടെ മത്സ്യബന്ധനം കൃഷിയാണ്. പിന്നെ തെക്ക് ഭാഗം മരുഭൂമികളാണ്, അവിടെ നഗരങ്ങളായിട്ടുള്ളതാണ്. ദെൻ എസ് ക്വസ്റ്റ്യനിൽ കാണുന്ന ഒരു ചോദ്യമാണ് മെസപ്പൊട്ടോമിയൻ എഴുത്തുവിദ്യയെക്കുറിച്ച് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, എഴുത്തുവിദ്യ എങ്ങനെയാണ്, എന്തിനാണ് അവർ എഴുത്തുവിദ്യ ഉപയോഗിച്ചിരുന്നത്? നമ്മൾ ക്യൂണിഫോം ലിപിയാണ്. അവർ കളിമൺ ഫലകങ്ങളിലാണ് അവർ എഴുത്തുകൾ രേഖപ്പെടുത്തിയിരുന്നത്. മെസപ്പൊട്ടോമിയൻ ജനത കളിമൺ ഫലകങ്ങളിൽ എഴുത്തുകാരൻ കളിമണ്ണ് കുഴച്ച് ഫലകരൂപത്തിൽ ഉപരിതലം മിനുസപ്പെടുത്തി മൂർച്ചയേറിയ എഴുത്താണ് ഉപയോഗിച്ച് ആശയങ്ങൾ രേഖപ്പെടുത്തി വെയിലത്തി ഉണക്കിയെടുക്കുമെന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇതിന് ക്യൂണിഫോം എന്ന് പറയുന്നു. ക്യൂണിഫോമിൻ്റെ ഒരു ചിത്രലിപിയാണ്. ഇതൊക്കെ നമുക്ക് പഠിച്ചാണ്. എന്തിനാണ് എഴുത്തുവിദ്യയുടെ ഉപയോഗം എന്താണ് എന്നുള്ളതാണ്. രാജകീയ വിളംബരങ്ങൾക്ക്, നിഘണ്ടു നിർമ്മാണത്തിന്, ഭൂമി ഇടപാടുകൾ രേഖകൾ സൂക്ഷിച്ചു വെക്കുന്നതിന്, രാജാക്കന്മാരുടെ പ്രവൃത്തിക്ക് സന്ദേശങ്ങൾ അയക്കുന്നതിന്, സാഹിത്യകൃതികൾ രചിക്കുന്നതിന്, ഇതിനെല്ലാം എഴുത്തുവിദ്യകളെ രൂപപ്പെടുത്തിയിട്ടുണ്ട്. മെസപ്പൊട്ടോമിയയിലെ ആദ്യ ഭാഷ സുമേറിയൻ ആയിരുന്നു. പിന്നെ അക്കാഡിയൻ ഭാഷ രൂപപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളത്. ഓക്കെ, വളരെ കുറച്ച് പേർക്ക് മാത്രമേ എഴുത്തുവിദ്യ വശം ഉണ്ടായിരുന്നുള്ളൂ. കാരണം കൂടുതൽ അക്ഷരങ്ങൾ പഠിച്ചെടുക്കണം എന്നുള്ളതാണ്. സ്വരാക്ഷരങ്ങളോ വ്യഞ്ജനാക്ഷരങ്ങളോ ഒന്നും അല്ലായിരുന്നു. അതൊക്കെ നമ്മൾ പഠിച്ചതാണ്. ഓക്കെ, ദെൻ മെസപ്പൊട്ടോമിയക്കാരെ ഇതിൽ എപ്പിക് ഓഫ് ഗിൽഗമേഷ് ചോദിക്കാറുണ്ട്. മെസപ്പൊട്ടോമിയക്ക് അവരുടെ നഗരങ്ങളോടുള്ള അഭിമാനവും സ്നേഹവും വിശദമാക്കുന്ന ഇതിഹാസ കാവ്യമാണ് എപ്പിക് ഓഫ് ഗിൽഗമേഷ്. ഗിൽഗമേഷ് ഉറൂക്ക് നഗരത്തിലെ രാജാവായിരുന്നു. ഗിൽഗമേഷ് എന്ന് ചോദിച്ചിട്ട് മാച്ച് ദ ഫോളോയിങ്സ് ഉറൂക്ക് എന്നുള്ള നഗരം വരുന്നുണ്ട്. ഗിൽഗമേഷ്. ഓക്കെ, ഇനി ഈ ചോദ്യം ഒരു 6 മാർക്കിന് സാധാരണഗതിയിൽ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. കാലഗണന, ഗണിതശാസ്ത്രം എന്നീ മേഖലയിൽ മെസപ്പൊട്ടോമിയക്കാരുടെ സംഭാവനകൾ എന്തൊക്കെയെന്നുള്ളത് 6 മാർക്കിന് ചോദിക്കുന്നുണ്ട്. ശാസ്ത്ര രംഗത്ത് മെസപ്പൊട്ടോമിയൻ ജനത നിരവധി സംഭാവനകൾ നൽകിയിട്ടുണ്ട്. ഗണിതശാസ്ത്രത്തിന് ഗുണനം, ഹരണം, വർഗം, വർഗ്ഗമൂലം, കൂട്ടുപലിശ എന്നിവ ഇവരുടെ കണ്ടുപിടുത്തമാണ്. ഭൂമിയുടെ ചുറ്റുമുള്ള ചന്ദ്രൻ്റെ ഭ്രമണത്തെ അടിസ്ഥാനമാക്കി വർഷത്തെ 12 മാസങ്ങളായിട്ടും 1 മാസത്തെ 4 ആഴ്ചകളായിട്ടും 1 ദിവസത്തെ 24 മണിക്കൂറായിട്ടും 1 മണിക്കൂറിനെ 60 മിനിറ്റായും വിഭജിക്കുന്നു. ഓക്കെ, ഈ രീതിയിലുള്ള ഇത് എന്തായാലും പഠിക്കണം. ഇതൊരു 6 മാർക്ക് ക്വസ്റ്റ്യനാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്.